ഫുള്ള് ലിപ് കിസ് അടിച്ചിട്ട് ഇങ്ങനെ അന്ന് കിസ് അടിച്ചവരൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. ശരിക്കും ഒറിജിനൽ കിസ് ആണോ? ഈ ചോദ്യം അന്ന് മുതലേ ഞാൻ കേൾക്കും. ഞാൻ ചോദിക്കട്ടെ, അത് ഒറിജിനലാണോ? കിട്ടി. ചിലര് ചോദിക്കും പ്രശാന്ത് പുന്നപ്രയുടെ സിനിമയിലെ കിസ്സിങ് അനുഭവം. ഈ ക്രോണിക് ബാച്ചിലറൊക്കെ അതിൽ കുടിയൻ്റെ ക്യാരക്ടറൊക്കെ പ്രശാന്ത് ഏട്ടന് മിസ്സായി പോയ കഥാപാത്രങ്ങളിലൊന്നായിരുന്നു കേട്ടോ. അന്നത്തെ ഷോ എന്നൊക്കെ പറയാൻ നമ്മൾ ഒരു ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഒരു മാസം, ഇപ്പോൾ യൂറോപ്പിൽ പോയാലും 10, 15, 20 ദിവസമൊക്കെ ഉള്ളത്. അപ്പോൾ എങ്ങനെ കളിച്ചാലും നമ്മൾ ഒരു 10-20 ഷോ, 10-15 ഷോ ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് പലതും മിസ്സാവും. അതൊക്കെ കാണാൻ തന്നെ ഒരു രസമാണ്. അതൊക്കെ കാണാൻ തന്നെ ഒന്ന് ഭയങ്കര ഫാസ്റ്റായിട്ട് അടുത്ത സെറ്റ് മാറുന്ന ഇതൊക്കെ നമ്മൾ ചില പട്ടാളക്കാരൊക്കെ ചെയ്യത്തില്ല. അതുപോലെ പെട്ടെന്നൊരു യുദ്ധം വന്നോ ചെയ്യുന്ന പോലുള്ള സംഭവങ്ങളാണ്. എന്നാട്ടാ നമ്മളിതുവരെ സംസാരിച്ചത് മിമിക്രി, അയ്യപ്പ ബൈജു, അതിനെപ്പറ്റിയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സിനിമയിലേക്കുള്ള ഒരു തുടക്കം എങ്ങനെയായിരുന്നു? സിനിമയിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന സിനിമ OK ചാക്കോ കൊച്ചിൻ മുംബൈ എന്ന് പറ അനീഷ് പണിക്കർ എന്ന് പറയുന്ന ഡയറക്ടർ ചെയ്തത്. അത് സിനിമ റിലീസായില്ല, പക്ഷെ എൻ്റെ CDs ഒക്കെ ഇറങ്ങി. തിലകൻ സാറായിരുന്നു അതിനകത്ത് പ്രധാന കഥാപാത്രം. കുറേ പേരുണ്ട്, ജാഫർക്ക, ഞാൻ, കുറേ ആർട്ടിസ്റ്റുകളുള്ള പടം. അങ്ങനെയാണ് സിനിമയിലേക്ക് ആയിരുന്ന നമ്മൾ ട്രൂപ്പിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ഒരു പടം ചെയ്തത്. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ജയരാജ് സാർ സംവിധാനം ചെയ്ത റെയിൻ കമ്മകൈ, തെമ്മാടിക്കാറ്റ് എന്നുള്ള പാട്ടൊക്കെ വൈറലാണ്, ഇപ്പോഴും വൈറലാണ്. നമ്മുടെ തമ്പി കണ്ണന്താനം സാറിൻ്റെ ഫ്രീഡം, ജിഷ്ണു നായകനായിട്ടുള്ളൊരു പടം. സിബി മലയാൾ സാർ, മറ്റേ ആലീസ് ഇൻ വണ്ടർലാൻഡ്, ജയറാമേട്ടാണ് നായകൻ. പിന്നെ ഒഴിമുറി മധുപാൽ സാറ് ഡയറക്ഷൻ ചെയ്തതാണ്. ചെയ്തിട്ടുണ്ടോ? 10-15 സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം ചെറിയ വേഷങ്ങളൊക്കെ. ഞങ്ങളൊക്കെ വിചാരിച്ചത് ആലീസ് ഇൻ വണ്ടർലാൻഡാണ് ഫസ്റ്റ് പടം. ആലീസ് ഇൻ വണ്ടർലാൻഡിലൂടെയാണ് ഞങ്ങൾ ശരിക്കും ഒരു അത്രയും ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ പ്രശാന്ത് ജയറാമേട്ടൂടെ. പിന്നെ ഈ നമ്മൾ ഓർക്കുമ്പോൾ റെയിൻ കമ്മകയിലെ ആ പാട്ടില് ഒരു ഫുള്ള് ലിപ് കിസ് അടിച്ചിട്ട് ഇങ്ങനെ അന്ന് കിസ് അടിച്ചവരൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. നമ്മുടെ ഇനിയ, പിന്നെ അർച്ചന, മറ്റേ സീരിയലിൽ വില്ലത്തിയായിട്ട് അർച്ചന, പിന്നെ ഗോപിക, ഇപ്പൊ അവതാരകയായിട്ട് നിൽക്കുന്ന ഗോപി, അവരൊക്കെ ആ ഗാങ്ങിലുണ്ടായിരുന്ന അന്ന്. അപ്പൊ പ്രശാന്തേട്ടന് ഫുൾ ബോഡി കിസ് അടിച്ചിട്ട് ശരിക്കും ഒറിജിനൽ കിസ് ആണോ? ഈ ചോദ്യം അന്ന് മുതലേ ഞാൻ കേൾക്കും. ഞാൻ ചോദിക്കട്ടെ, അത് ഒറിജിനലാണോ എന്നോട് ചോദിച്ചു. പിന്നെ ഒറിജിനലായിരുന്നു, പിന്നെ ഞാൻ ജീവനോടുണ്ടാവും. അല്ല, ചിലർക്ക് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല ഇത് ഒറിജിനൽ ആയാലും, പക്ഷെ അവൻ ഉറക്കമില്ല. അല്ല, നമുക്ക് തമ്മിൽ കിട്ടി. ചിലര് ചോദിക്കും പ്രശാന്ത് പുന്നപ്രയുടെ സിനിമയിലെ കിസ്സിങ് അനുഭവം. അങ്ങനെ പിന്നെ സീരിയസ് ആയിട്ട് ചെയ്താണോ ഹിഗുറ്റ എന്ന് പറയുന്നത് ഹേമന്ത്. ഞാൻ ചോദിച്ചു, ഹേമന്തിനോട് ചോദിച്ചു എന്തിനാണ് എന്നെ കൊണ്ട് ചെയ്യുക, അല്ല പ്രശാന്തേട്ടൻ അത് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചു. പക്ഷെ എനിക്ക് വളരെ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും എന്നെ കാണുന്ന ആ ഒരു കണ്ണുണ്ടല്ലേ, ഇപ്പോൾ ആ ഒരു കണ്ണിൽ നിന്ന് ഇപ്പോൾ നമ്മൾ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് എനിക്കൊരു അവസരം തന്നു. നല്ല രീതിയിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. പിന്നെ പടം അങ്ങനത്തെ ഒരു പടമായതുകൊണ്ട് അത് ആ സമയത്ത് തിയേറ്ററിൽ അധികം അല്ലെങ്കിൽ, പക്ഷെ ഇപ്പോൾ അത് സോഷ്യൽ മീഡിയ നന്നായിട്ട് OTT റിലീസാണ്. ഇടയ്ക്കിടയ്ക്ക് കാണാതാവും. അതെന്താ, വല്ലപ്പോഴൊക്കെ ഒരു സിനിമയും പിന്നെ കുറച്ചുകൾ കാണത്തില്ല, പിന്നെ കുറച്ചുകൾ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സിനിമയിലുണ്ടാവും. അങ്ങനെ ഒരു ഇടവേളകളുണ്ടായിരുന്നു. അത് ശരിക്കും ബോധപൂർവ്വം ഇട്ടതാണോ അതോ അന്നത്തെ സമയത്ത് കുറേ സ്റ്റേജ് ഷോ കാര്യങ്ങൾ കാരണം ചെയ്യാൻ പറ്റാണ്ട് വന്നിട്ടുണ്ടല്ലോ കുറേ സിനിമകൾ, അങ്ങനെ നഷ്ടപ്പെട്ട കുറേ സിനിമകൾ ഉണ്ടാവുമല്ലോ? നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് മാത്രം ഫോളോ അപ്പ് ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനല്ല. ഇപ്പോൾ ഇൻഡസ്ട്രി മാറി, ഇപ്പോൾ പലരും പല ചിന്താഗതികൾ, പല ഐഡിയാസുമായിട്ട് ഒരുപാട് പേരുണ്ട്. ആൾക്കതൊന്നൊരു വിഷയം. പക്ഷെ ആ സമയങ്ങളിൽ
നമ്മൾ ഈ രീതിയിലല്ല വേറെ രീതിയിൽ അയാളെ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതി വെച്ച് നമ്മളൊരു എന്തോ പറയുക കുറേ പടങ്ങളാണ്. അപ്പോൾ നമുക്കാണെങ്കിലും അത് നമ്മളിതിനു വേണ്ടി വിധിക്കപ്പെട്ട ഒരാളെന്നുള്ള രീതിയിലാണ് നമുക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ട് സാറേ എനിക്ക് വേണ്ട, എനിക്കൊരു പാസിങ് ഷോട്ടാണല്ലോ, ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായിട്ടൊരു പാസിങ് ഷോട്ടാണെന്ന് പറഞ്ഞത്. അത് വേറൊരാളെ കൊണ്ട് ജയിച്ചാൽ അയാൾക്ക്. പക്ഷേ എന്നെ വിളിച്ച പടങ്ങളിൽ പിന്നീട് ഞാനത് കാണുമ്പോൾ അങ്ങനൊരു സീനേ ഇല്ല, മനസ്സിലായോ? അപ്പോൾ അത് ആ സമയത്തുണ്ടാകുന്ന മീറ്ററിനെ ആ പറയപ്പെടുന്ന വാല്യൂ ഒന്ന് യൂസ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതായത് വിളിച്ചവരെല്ലാം ഈ അയ്യപ്പ ബൈജു എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു ക്യാരക്ടർ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ നമുക്കതുകൊണ്ട് ആ ക്യാരക്ടറിനൊരു പ്രത്യേകത ഉണ്ടാവും, എന്തുകൊണ്ടെങ്കിലും അതിനൊരു അർത്ഥം ഉണ്ടാവണം ആ ക്യാരക്ടർ അവതരിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വെറുതെ ഇത് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് മാത്രം ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലല്ലാതെ നിങ്ങളിപ്പോൾ അതിനെന്തെങ്കിലും ഒരു മൂല്യമുള്ള ഒരു കഥാപാത്രമാണെന്നുണ്ടെങ്കിൽ കഥയിൽ അതിന് മൂല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, തമിഴ് സിനിമയിൽ നമ്മളെ വിളിച്ചിട്ടുണ്ട്, പല സിനിമകളും ഒരുപാട് സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊക്കെ ഒരുപാട് റിലീസാകാത്ത പടങ്ങളിലെല്ലാം നല്ല രീതിയിലാണ് നമ്മളവർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് അയാളെ കൊണ്ട് ജയിച്ചാൽ വേറെ നല്ല രീതിയിൽ അത് പുള്ളിക്ക് ചെയ്യാൻ പറ്റും, എന്തോ അവരങ്ങനെയാണ് അതിനെ ചിന്തിച്ചത്. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ക്രോണിക് ബാച്ചിലറൊക്കെ അതിൽ കുടിയൻ്റെ ക്യാരക്ടറൊക്കെ പ്രശാന്ത് ഏട്ടന് മിസ്സായിപ്പോയ കഥാപാത്രങ്ങളിലൊന്നായിരുന്നു കേട്ടോ. അത് കാരണം എന്ന് വെച്ചാൽ ഞാനിത് നമ്മുടെ കൈരളിയുടെ 101 എപ്പിസോഡ് ആ സമയത്താണ്. അപ്പോൾ അതിൻ്റെ ഷോ നടക്കുമ്പോഴത്തേക്കാണ് ഞാനിതുപോലെ സ്കിറ്റ് കളിക്കുന്ന കണ്ടപ്പോൾ സിദ്ദിഖ് സാറ് അവിടെ വന്നായിരുന്നു, ഗസ്റ്റ് സാറ് വന്നിട്ട് ആ സിനിമയ്ക്കകത്ത് എഴുതി വെച്ച കണ്ടുകൊണ്ട് തന്നെ എഴുതി. അപ്പോൾ എന്നോട് പറയുകയും ചെയ്തു, പ്രശാന്തിൻ്റെ പോലെ സംഭവമുണ്ട്, നമുക്കത് നന്നായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി സാറെന്ന് പറഞ്ഞു. പക്ഷെ അത് പിന്നെ കുറേ നാളിങ്ങനെ ലാഗ് അടിച്ച് അത് നടക്കാതെ വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അന്ന് നമ്മൾ ഷോ അല്ലേ, അന്ന് പിന്നെ ഈ ഗിന്നസിൻ്റെ കൂടെ ഷോ ഉണ്ട്, നമ്മളൊരു സാധനത്തിന് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ഷോ എന്നൊക്കെ പറയാൻ നമ്മൾ ഒരു ഗൾഫിൽ പോയി കഴിഞ്ഞാൽ 1 മാസമാണ്. ഇപ്പോൾ യൂറോപ്പിൽ പോയാലും 10, 15, 20 ദിവസമൊക്കെ ഉള്ളത്. അപ്പോൾ എങ്ങനെ കളിച്ചാൽ നമ്മൾ ഒരു 10-20 ഷോ 10-15 ഷോ ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് പലതും മിസ്സാവും, മനസ്സിലായി? പിന്നെ ആ സമയത്തെന്ന് പറഞ്ഞാൽ ആ സമയം അങ്ങനെയുള്ളൊരു സമയത്താണ് ഇത് പെട്ടെന്ന് തീരുമാനമാവുകയും സാർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അപ്പം അങ്ങനെയാണ് പിന്നെ അനിയപ്പൻ ആ പടം ചെയ്യുന്നത്. പിന്നെ അപ്പോൾ അത് സെയിം സമയത്താണ് ഈ ഞാൻ പറയല്ലേ അയ്യപ്പ ബൈജു എന്ന് പറയുന്ന ക്യാരക്ടർ പേരിട്ട് അതൊരു ഹിറ്റാകുന്ന സമയം. പിന്നെ നമുക്കൊരു സിനിമയിൽ പ്രത്യേകിച്ച് നമുക്കവിടെ ഒരു പടത്തിൽ നമുക്ക് കിട്ടുന്നൊരു ചാൻസ് നമ്മൾ ഒന്നിനെ ഫോളോ അപ്പ് ആരോടും ചോദിക്കാതെ നമുക്ക് തരുന്നത്. ഇപ്പോഴും സാറ് എഴുതുന്നതിനകത്ത് നമുക്കൊരു ക്യാരക്ടർ ഇപ്പം കിങ് ലെയറിനകത്ത് പോലും ഞാൻ പലരുടെയും കൂടെ ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ഞാൻ പോകാതിരുന്നെങ്കിലും, പക്ഷേ കിങ് ലെയറിനെ വിളിച്ചപ്പോൾ ഞാൻ പോയെന്ന് പറയാം, സാർ സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ എന്നെ ഓർത്തു. സാറിന് അങ്ങനെ ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് സാറിൻ്റെ കീഴിൽ, അല്ലേ? സാറിന് അറിയാവുന്ന ഒരു അവസരം നോക്കി ഒരുപാട് ഹിന്ദി പോലും ഇഷ്ടംപോലെ ഇൻഡസ്ട്രിയിൽ, ഈ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേരുണ്ട് ഒരുപാട്. പക്ഷേ ഒരു വാക്ക് പോലും ചോദിക്കാതെ എഴുതുമ്പോൾ നമ്മളെ ഓർത്തെന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ആ നല്ല മനസ്സിന് ഞാൻ നന്ദി പറയാറ്. കാരണം എനിക്ക് എഴുതുന്ന സമയത്ത് എന്നെ ഓർത്തു എന്നുള്ളതാണ്. മലയാളത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തമിഴിലേക്ക് ഉള്ള ഒരു എൻട്രി പ്രശാന്തേട്ടൻ്റെ അതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മുൻനിര സംവിധായകരിൽ ഒരാളായ മണിരത്ന സാറിൻ്റെ കടൽ എന്ന സിനിമയിലോട്ടുള്ള എൻട്രി, അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് എങ്ങനെയായിരുന്നു? അത് ഒരു ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ സിദ്ദിഖ് സാർ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ഹ്യൂമർ സെൻസുള്ള അത്രയും ഒരുപാട് വമ്പൻ ഹിറ്റുകൾ നമുക്ക് മലയാളത്തിൽ ഇന്നും മനുഷ്യന് മാറ്റാൻ പറ്റാത്ത ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നമ്മൾ ഒന്ന് ഓർക്കുകയാണ് എന്ന് പറയുന്നത് പോലെ ഈ ഇന്ത്യൻ ഇൻഡസ്ട്രി വാഴുന്ന അത്രയും ലെജൻഡായിട്ടുള്ളൊരു വ്യക്തി നമ്മളെ ഓർക്കുക എന്ന് പറയാൻ, നമ്മളെ വിളിക്കുക എന്നുള്ള അഭിനയിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, വിളിച്ചല്ലോ ആ വ്യക്തിത്വത്തിൻ്റെയൊക്കെ ചരിത്രത്തിലൊരു ഭാഗവത്താകാൻ സാധിക്കുന്നത് തന്നെ നമ്മുടെ ഒരു ഭാഗം. അത് വിളിച്ചതോ, നമ്മളെ വിളിച്ചത് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നു. എന്നെ സജസ്റ്റ് ചെയ്തത് നമ്മുടെ ജയമോഹൻ സാറാണ്, ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു റൈറ്ററാണ്. അദ്ദേഹമാണ് എന്നെ സജസ്റ്റ് ചെയ്തത്.
അതുകൊണ്ട് കേൾക്കുമ്പോൾ സാധാരണപ്പെട്ട ഒരു ആർട്ടിസ്റ്റിനുണ്ടാകുന്ന ഇതിൽ കൂടുതൽ എന്ത് ഒരു ഭാഗ്യം വരുന്നത്, മനസ്സിലായി? അപ്പോൾ ഞാൻ അഭിനയിച്ചതോ എനിക്കതിനകത്ത് സീനുണ്ടാവുന്നില്ല. ഞാൻ അവരുമായിട്ട് ഇടപഴകാനും ഒരു സംസാരിക്കാനും അവരെന്നെ ഓർക്കാനുമൊക്കെ അവർ അത്രയും തിരക്കിട്ട് അത്രയും ഹെവി ആയിട്ടുള്ള ജീവിതം പങ്കുവെച്ച് നിമിഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഈ നമ്മളെക്കുറിച്ച് അവർ ഓർത്തതിൽ വളരെ ഭാഗ്യമില്ലേ? ചോദിച്ചിട്ടുണ്ടോ എന്നെ കാസ്റ്റ് ചെയ്തതുകൊണ്ട് എന്തുകൊണ്ടാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത് മനസ്സിലാണോ? നമുക്ക് എങ്ങനെ ചോദിക്കാം? വലിയ കാര്യമാണ്. അയ്യോ, അങ്ങനൊന്നും നമുക്ക് ചോദിക്കാം. പക്ഷേ അതിനുശേഷം ഞാൻ ജയമോഹൻ സാർ വൈറ്റ് ഫോർട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പോയി കണ്ടത്. അപ്പോൾ ഞാൻ ഞെട്ടി. കാരണം നമുക്ക് അത്രയും സിമ്പിളായിട്ട് അടുത്ത് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ഫ്രണ്ടിലേക്ക് പോയാൽ സംസാരിച്ച് നമുക്ക് കുറേ കാര്യം ചെയ്യണം കേട്ടോ പ്രശാന്തൊക്കെ. പിന്നെ സാറ് ഭയങ്കര തിരക്കിലും കാര്യങ്ങളും. പക്ഷെ പിന്നീട് ശേഷമാണ് എന്നാലും അങ്ങനൊരു സംഭവം വന്നപ്പോൾ നമ്മൾ ഓർത്തു. ആദ്യം ഈ ക്യാരക്ടർ ചെയ്തത് വേറൊരാളാണ്. പക്ഷെ മനസ്സാറിന് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ജയമോഹൻ സാർ പറയായിരുന്നു ഇങ്ങനെ സാറിൻ്റെ വീഡിയോസൊക്കെ ഈ യൂട്യൂബിലെ വീഡിയോസൊക്കെ റിലാക്സേഷന് വേണ്ടി കാണും. അപ്പോൾ ഇങ്ങനെ പറയും കേരളത്തിലൊരു പയ്യനുണ്ട് സാറൊന്ന് നോക്കേ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഷോസ് ഇങ്ങനെ എല്ലാ ദിവസവും ഷോയാണ്. അത് നമുക്ക് എനിക്ക് സ്വന്തം ടീമുണ്ട്, ഞാൻ ഗിന്നസിൽ ഷോയുണ്ട്, അല്ലാതെയും നമ്മൾ ഒരുപാട് ഷോസ് ചെയ്യും. ആ സമയത്തൊക്കെ നേരത്തെ ഹിറ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ എല്ലാ അമ്പലങ്ങളിലും ചെന്ന് പറഞ്ഞ് എനിക്ക് ഇന്നപോലൊരു ചാൻസ് കിട്ടിയാണ്, എന്നെ ഒന്ന് ഒഴിവാക്കി തരാൻ പറ്റും. നമ്മൾ പോയില്ല രക്ഷപ്പെട്ടെ എന്നും പറഞ്ഞാൽ അവർ കുറേ പേര് വളരെ നല്ല രീതിയിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പോട്ടെ, ഓക്കെ നമ്മൾ വേറെ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് തരണം കേട്ടോ, പോയി രക്ഷപ്പെട്ട് വരണം എന്നൊക്കെ പറഞ്ഞവർ തന്നെ എല്ലാം വിട്ട്. പിന്നെ ചിലരൊക്കെ പറഞ്ഞു പ്രശാന്ത് എങ്ങനെയെങ്കിലും വരാൻ പറ്റുമെങ്കിൽ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് 6 മണിക്ക് തീരും. ഇവിടെ ഒറ്റ പിടിയില്ല. അവിടെ നിന്ന് ഞാൻ ഇവിടെ വന്ന് ഇത് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു. അങ്ങനെ വന്നിട്ടുള്ള സ്ഥലമില്ല. പക്ഷെ സ്വസ്ഥത, ഞാനത് ചെയ്തപ്പോൾ എനിക്ക് സ്വസ്ഥത കിട്ടി. കാരണം ഞാൻ ഇത്രയും പ്രോഗ്രാമുകൾ എഴുതുമ്പോൾ ഒരു സ്വസ്ഥത കിട്ടിയില്ല. ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് കുറേ ഒന്നുമില്ല. അവിടെ പോയി നിന്നാൽ പഠിക്കാനുണ്ട് നമുക്ക്. ഒരു ആർട്ടിസ്റ്റ്, ഒരു സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് സിനിമ എന്താ ഒരു യൂണിവേഴ്സിറ്റി പോലെ. എന്താ അവിടെ പോയി വർക്കിംഗ് സ്റ്റൈൽ, ആ വർക്കിംഗ് സ്റ്റൈല് എന്താണെന്ന് കാണാൻ അവിടെ വന്ന് ഈ പറയപ്പെടുന്നു ഒരുപാട് നല്ല നല്ല അസോസിയേറ്റ്സ്, സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ ആരാധിച്ച് നടക്കുന്ന ആൾക്കാരാണ് കൂടുതലും അവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഒരുപാട് മെമ്പേഴ്സ്. അതൊക്കെ കാണാൻ തന്നെ ഒരു രസമാണ്. അതൊക്കെ കാണാൻ തന്നെ ഒന്ന് ഭയങ്കര ഫാസ്റ്റായിട്ട് അടുത്ത സെറ്റ് മാറുന്ന ഇതൊക്കെ നമ്മൾ ചില പട്ടാളക്കാരൊക്കെ ചെയ്യത്തില്ല. അതുപോലെ പെട്ടെന്നൊരു യുദ്ധം വന്നോ ചെയ്യുന്ന പോലുള്ള സംഭവങ്ങളാണ്. അതുപോലെ എല്ലാ നമുക്ക് ഒരു 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 സിനിമയ്ക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കൈകാര്യം അത് പ്രാക്ടീസ് ചെയ്യുന്നത്, ഇതൊക്കെ ഇതെന്താണ് സ്റ്റൈൽ എങ്ങനെയാണ് സാറ്? അത് നമുക്ക് മറ്റേ അസിസ്റ്റൻറ്റ് സാറുണ്ട്, അത് സാറ് പറഞ്ഞു തരും, നമുക്ക് പറഞ്ഞു തരും. പക്ഷേ ഇതെല്ലാം നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച്, പക്ഷേ സാർ ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്നൊരു പൊളിയാണ്. അതായിരിക്കില്ല താനും ചിലപ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും, എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് അതൊരു നാച്ചുറൽ സാധനമായിരിക്കും. പക്ഷെ മാറ്റർ ഇതാണെങ്കിലും പറഞ്ഞു തരുന്ന സാധനങ്ങൾ നാച്ചുറലായിരിക്കും. സാറ് വന്ന് പൊളിച്ച് കഴിഞ്ഞിട്ട് പറയുന്ന സാധനങ്ങൾ ചിലപ്പം അതേ കാണത്തില്ലായിരിക്കും. നമ്മൾ പഠിച്ചു വെച്ചിട്ടും വലിയ കാര്യമില്ല. അവിടെ വരുമ്പോഴത്തേക്കും ഈ മീറ്റർ ഇങ്ങനെ കിടക്കുകയാണ്. സാറിൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുക. ആ മീറ്റർ ഇങ്ങനെ എനിക്കൊന്നും ആ സമയത്ത് എഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കുക, മൈൻഡിൽ എഡിറ്റിങ് നടക്കുകയാണ്. മണിരത്നം സ്കൂൾ അതിൻ്റെ ഒരു എന്നെ സംബന്ധിച്ച് വളരെ വലുതാണല്ലോ. എന്നെ സംബന്ധിച്ച് നമ്മൾ പറയട്ടെ, എന്തോ പറയാം, ഇപ്പോൾ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടില്ല, ഒന്നും പഠിച്ചില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഒരു 10 മിനിറ്റ് സ്കിറ്റ് കൊണ്ട് ദൈവം തന്ന ഭാഗത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണിത്. മനസ്സിലായി? എവിടെയെങ്കിലും പോയി കാണാൻ പോലും പറ്റുമോ? പക്ഷെ ഇതുപോലുള്ള ദൈവതുല്യമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് അടുത്ത് പോയി നിൽക്കാൻ സംസാരിക്കാനും പറ്റി എന്നുള്ളതാണ്. മനസ്സിലായി? കുറേ കണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റി. അവരുടെ സ്റ്റൈലുകൾ കണ്ടുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയാണ് അവരൊക്കെ ചെയ്തിരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ പറയില്ല, ഞാൻ ഇത്രയും ചെറിയ ആർട്ടിസ്റ്റുകളുടെ ആണെങ്കിൽ പോലും തിങ്സ്, ഒരു മനുഷ്യൻ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ തിങ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആസ്വദിക്കുന്ന ഒരു ആസ്വാദന ശേഷിയുള്ളൂ. ഞാൻ ഒരു ചേച്ചി ആ ചേച്ചി പറഞ്ഞ ആ ഒരു ഇത് ഗുരുകുലം കത്തുന്ന ഒരു സീൻ വന്ന് ചേച്ചി പറയുമ്പോൾ തെറ്റി, പക്ഷേ ചേച്ചി കരഞ്ഞുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്തപ്പം സാറിൻ്റെ ആ ആസനം ഇങ്ങനെ
ആരും കേട്ടിട്ടല്ല പറയുന്നത്, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ കാണുന്നു. മനസ്സിലായി? ആർട്ടിസ്റ്റ് ആ ചെറിയ സാധനത്തിന് അത്രയും വലിയ മനസ്സോടുകൂടി സ്വീകരിക്കുന്നവർ, അത്ര ആസ്വാദനം വേണം ഒരു ഡയറക്ടർക്ക് എന്ന് പറഞ്ഞാൽ. അത് ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പറയാം, അത്ര ആസ്വാദനമുണ്ട്. നമ്മൾ ആദ്യം പേടിക്കും, അങ്ങോട്ട് പോകുമ്പോൾ സിംഹത്തിൻ്റെ മടയിലോട്ട് പോകുന്നതാണ് കാണുന്നത് നമ്മൾ പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് നമ്മളിങ്ങനെ തഴുകി റെഡിയായ. എത്ര ദിവസം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി? ഞാൻ അവിടെ 18 ദിവസം വർക്ക് ചെയ്തു. 2 ദിവസമേ കാണത്തുള്ളൂ. പക്ഷേ പിന്നെ കുറച്ച് സീൻസൊക്കെ അതിനകത്തുള്ള സീനൊന്നും വന്നിട്ടില്ലെങ്കിലും കുറേ സീൻസ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയും അതിനുവേണ്ടി നമുക്ക് വേണ്ടിയിട്ട് കുറേ സീൻസ് ഉണ്ടാക്കുകയല്ലോ. ഒന്ന് ആലോചിച്ച് പോയി, നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സീൻ ഉണ്ടാക്കി അതിനെ മേക്ക് അത്രയും എക്യുപ്മെൻറ്റ്സ് ഇതൊക്കെ വെച്ച് നമുക്ക് വേണ്ടിയിട്ട് തരുവാണ്. അത്രയും ലെജൻഡായിട്ടുള്ള 3 ദിവസത്തെ ഡേറ്റിന് വേണ്ടി വിളിച്ചിട്ട് പിന്നീട് അത് 18 ദിവസത്തിലേക്ക് നീട്ടി എന്നുള്ള. പക്ഷേ എനിക്ക് അത് അനുഭവിക്കാൻ പറ്റി എന്ന് പറയുന്ന സംഭവം, അത് അനുഭവിക്കാൻ പറ്റിയ ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് ഞാൻ. അതെ, അത് പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് കടലെന്ന് പറഞ്ഞ സിനിമ മണിരത്നം എന്ന പ്രതിഭയുടെ കരിയറിൽ തന്നെ ഒരു വലിയൊരു അനൗൺസ്മെന്റ് ആയിരുന്നു. അരവിന്ദ് സ്വാമിയുടെ ഒരു കംബാക്ക്, അർജുൻ അതെ അതെ ഒരു വില്ലൻ വേഷം കൈകാര്യം ചെയ്തു. അതുപോലെ തന്നെ കാർത്തിക് സാറിന്റെ നമ്മളവിടെ നമ്മൾ എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെ കൂടെ നിൽക്കുന്നറിയാം. പിന്നെ അരവിന്ദ് സ്വാമി, ഇന്ത്യയിലെ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ, ഏറ്റവും നല്ല സൂപ്പർ സ്റ്റാർ ഇല്ലേ, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായി? പിന്നെ അതോടൊപ്പം തന്നെ എൻ്റെ കൂടെയുള്ള മറ്റേ ഗുരു സോമസുന്ദരം. അപ്പോൾ നമുക്ക് ഈ കോമ്പിനേഷൻ അത് കഴിഞ്ഞ് മലയാളത്തിൽ ആ മനുഷ്യൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ അഭിനയിച്ചല്ലേ എന്നുള്ളത് നമുക്ക് തോന്നുക. അപ്പോൾ ആ പടത്തിൽ ഞാൻ തൃച്ചിയിൽ ആ പടം പോയി കാണുമ്പോഴത്തേക്ക് ഒരു ഡയലോഗ്, നമ്മൾ പറയുന്നൊരു ഡയലോഗിനകത്ത് അവർ ഓഡിയൻസ് ചിരിച്ച്. പക്ഷേ ഞാനാണെന്ന് ആർക്കും അറിയാം, പക്ഷേ എനിക്ക് പറയണം, ഞാൻ പറഞ്ഞാണെന്ന് പറയണമെന്ന് എനിക്ക് ഒരാഗ്രഹം പോലെ തോന്നുന്നു. കാരണം ഞാൻ എവിടെയാണ് പറയുന്നതെന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ദൈവം എത്തിച്ചില്ല, അതിനൊരു വലിയ ഭാഗ്യമല്ലേ. എത്ര തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്? തമിഴ് സിനിമ കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കുറേ ലോ ബഡ്ജറ്റ് പടങ്ങളൊക്കെയാണ്, പക്ഷെ നല്ല കഥകളൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ ബിഗ് ബഡ്ജറ്റിൻ്റെ ഒരു അതിപ്രസരം വന്നപ്പോൾ അതെല്ലാം മുങ്ങിപ്പോയി. പിന്നെ കൊറോണ ഇതൊക്കെ വന്നു. പക്ഷേ ഇനിയിപ്പോൾ OTTയുടെ കാലം വന്ന് ഇനിയിപ്പോൾ ഇറങ്ങുമോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ പലതും ഇറങ്ങും. ഇപ്പോൾ അങ്ങനെ ഒരു നമ്മൾ ഈ കഴിഞ്ഞ ദിവസം BD എന്ന് പറയുന്ന ഒരു പിന്നെ ജയറാം പ്രൊഡക്ഷൻസ് ഇറക്കിയ ഒരു പടം BD എന്ന് പറയുന്നത്. അതുപോലെ സുമോദ് കുമാറാണ് എൻ്റെ ഡയറക്ടർ. അദ്ദേഹം ഇറക്കിയ ഒരു പടം കഴിഞ്ഞ 27-ാം തീയതി ഇറങ്ങി. അതുപോലെ സന്താനത്തിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ആയിരുന്നു ദില്ലിക്ക് ദിട്ട് എന്ന് പറഞ്ഞ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്. അതിൽ എനിക്ക് സെക്കൻഡ് പാർട്ടിൽ പ്രശാന്ത് ഏട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ എല്ലാ വഴികളിലും നമുക്ക് ലെജൻഡുമാരെ തൊടാൻ പറ്റുന്നത്. ഞാൻ എന്നെ വിളിച്ചു, ദില്ലിക്ക് തൊട്ട് ചെയ്യാനായിട്ട് വിളിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. ഉർവശി ചേച്ചി ഉണ്ടായിരുന്നു. ഉർവശി ചേച്ചി അപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് മുതലേ കണ്ടിട്ട് ഇത്രയും കഴിവുള്ള ഒരാൾ നമ്മൾ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലില്ലല്ലോ. ചേച്ചിയുടെ അടുത്തൊക്കെ ഇരുന്ന് സംസാരിച്ച് ശാന്ത ഭയങ്കര കാര്യമാണ്. കൽപ്പന ചേച്ചിക്ക് നമ്മളോട് അങ്ങനൊരു സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ ചേച്ചിയായിട്ട് ഞാനിങ്ങനെ കൂടുതൽ അടുപ്പമില്ലായിരുന്നു. പക്ഷെ നമുക്ക് ഭയങ്കര അതിശയവും പേടിയായിരുന്നു. പക്ഷെ അത്രയും ഫ്രണ്ട്ലി, സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ നമുക്കൊരു ചേച്ചി ഞാൻ കാണുന്നു. അത് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. നല്ലൊരു അവസരമായിരുന്നു. പിന്നെ അത് അവിടുത്തെ സ്റ്റാറാണ് സന്താനം. പുള്ളി നല്ല ഫ്രണ്ട്. അതായത് പുള്ളി വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം പറഞ്ഞു, ചേട്ടാ നമുക്കിനി എല്ലാത്തിനും പോകാമെന്നുള്ള, അതായത് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന അത്രത്തോളം പുള്ളി നമ്മളുടെ എല്ലാം വാച്ച് നമുക്ക് തന്നിരിക്കുക ആ റെസ്പെക്റ്റ് പറയുന്നു. പുള്ളി നമ്മളോട് അത്രയും സ്നേഹത്തിൽ സംസാരിച്ചു. കാരണം പുള്ളി കോമഡി അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ട് നമ്മൾ ആ ഓഫീസിൽ ഒരു ദിവസം എന്നെ കൊണ്ടുപോയായിരുന്നു നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവരുടെ ആ ബിഹേവിങ് പറ്റും. നമ്മളവിടെ ചെന്നപ്പോൾ ഏതാണ് നമ്മൾ സൂപ്പർ സ്റ്റാർ എന്ന കണക്ക് അവർ അത്രയും സ്നേഹത്തോടു കൂടി എന്നെ ഭയങ്കര ഞാൻ പകച്ചുപോയി.